ഈ ആത്മാക്കൾ അല്ലെങ്കിൽ സോൾസ്? ശക്തിയുണ്ട്, അത് നമ്മളിൽ പല മാറ്റങ്ങളും നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. കൈകളിൽ വൈബ്രേഷനായിട്ടും പിന്നെ പല ഗൈഡൻസ് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ദൈവം നമുക്ക് വഴികാട്ടിയായിട്ട് എങ്ങനെയാണ് കൂടെ ഉണ്ടാവണമെന്ന് മനസ്സിലായി. സൈക്കിക് സർജറി ചെയ്യാനുള്ളൊരു സൈക്കിക് സർജറി എന്ന് പറയുമ്പോൾ സർജറി ചെയ്തതുപോലെ നമ്മൾ ദൂരെ ഇരുന്ന ഒരാൾ സർജറി എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ശരീരം മുറിച്ച് അതിനകത്തേക്ക് ചെന്ന് അങ്ങനെയാണോ? അതെ അതെ. അല്ല, മനസ്സിന്റെ ശക്തിയാണെങ്കിലും മറ്റൊരാളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുഴ ട്യൂമർ ഡോക്ടർ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഫിസിക്കലി ആയതുകൊണ്ട് എടുത്ത് കളയുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് എനർജി ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് മറ്റുള്ള ആർക്കും കാണാൻ കഴിയില്ല. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സജിന പ്രേംകൃഷ്ണനാണ്. നമസ്കാരം മാം. മാമിനെ പറ്റി നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. റേക്കി ഉണ്ട്, ആകാശ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ടാരോ റീഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ലാമഫെറ എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട്, ആകാശിക് റെക്കോർഡ്സ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആക്സസ് ബാർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്കെല്ലാം എത്തിച്ചേർന്നത്? ഇതിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുമ്പം ആക്സിഡൻ്റലി എത്തിയതാണ്. നമുക്ക് ലൈഫിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ശരിക്കും റേക്കിയിലേക്ക് എത്തിയത്. അതിന് മുമ്പ് തന്നെ ചെറുതാവുമ്പം തന്നെ എന്താണ് ഈ ദൈവം എന്നൊരു ചിന്തയായിരുന്നു. എങ്ങനെയാണ് ഈ ദേവിയും ചെറുതാകുമ്പോൾ നമ്മളെ നാമം ജപിക്കാനൊക്കെ പറയും. കുട്ടികളായിട്ട് ഇരുത്തി നാമം ജപിക്കുക പറയുമ്പം പാരൻസ് ഉണ്ടല്ലോ, വിളക്ക് വെച്ച് നാമം ജപിക്കുന്നൊരിതുണ്ടല്ലോ വീട്ടിലൊക്കെ. അങ്ങനെ ഇരിക്കുമ്പം എന്താണ് ഈ ദൈവം, നമ്മൾ യാന്ത്രികമായിട്ട് ചൊല്ലുക നാമം, എന്താണെന്ന് അറിഞ്ഞിട്ടല്ല. അപ്പോൾ എന്തായിരിക്കും ഇത് നിങ്ങളൊരു ചിന്തയാണ്. കുറച്ചും കൂടി വലുതായപ്പോഴാണ് എന്താണ് ഈ ഒരു ദൈവിക ശക്തി, അതൊന്ന് അനുഭവിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചിന്ത. എല്ലാവരുടെയും ചിന്ത അത് തന്നെയാണ്, ദൈവം ഉണ്ടോ, എങ്ങനെ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചിന്ത കുറേ കാലം മനസ്സിൽ നിന്നു. പിന്നെ വലുതായപ്പോഴാണ് റേക്കിയിലേക്ക് ആക്സിഡൻ്റിൽ എത്തിയാണ്. എന്നാലും ആ എത്തിയപ്പം എന്തിനാണ് ഞാൻ അതിലെത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു അനുഭവം ഉണ്ടാവാനായിരുന്നു. അതായത് റേക്കിയിലെത്തിയപ്പോൾ നമുക്ക് ആ അനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അതായത് സഹസ്രാരത്തിൽ ഷവറിങ് ആയിട്ടും കൈകളിൽ വൈബ്രേഷനായിട്ടും പിന്നെ പല ഗൈഡൻസ് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ദൈവം, ഇതൊക്കെയാണ് ദൈവത്തിന് നമ്മൾ ഫീലിംഗ് എന്ന് മനസ്സിലായി. ദൈവം നമ്മളിലൂടെ നമുക്ക് വഴികാട്ടിയായിട്ട് എങ്ങനെയാണ് കൂടെ ഉണ്ടാവണമെന്ന് മനസ്സിലായി. ഈ വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ വൈബ്രേഷൻ അല്ല, അതിന് പിന്നിലൊരു ശക്തിയുണ്ട്, അത് നമ്മളിൽ പല മാറ്റങ്ങളും നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി പിന്നെ വരുന്ന അനുഭവങ്ങളിലൂടെ. ഇതാണ് റേക്കിയിലുള്ള അനുഭവങ്ങൾ. റേക്കി യഥാർത്ഥ ദൈവത്തിന് തുല്യമാണോ? റേക്കി എന്നാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാണശക്തി ഉണ്ടല്ലോ, അതാണ് റേക്കി. അതിപ്പം ചൈനയിലൊക്കെ ചി എനർജി, പിന്നെ ബയോപ്ലാസ്മിക് എനർജി, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അങ്ങനത്തെ പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്. ശരിക്കും റേക്കി എന്നത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തി, അത് തന്നെയാണ് റേക്കി. പക്ഷേ റേക്കിലൂടെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തി അത് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പം നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആ ശക്തിയാണ് പ്രപഞ്ചത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ശക്തി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ദൈവം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ പറയും. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ആയതുകൊണ്ട് അതിന് ജാതിഭേദം ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് സ്വീകരിക്കാം, പഠിക്കാം എന്നുള്ളതാണ് റേക്കിൻ്റെ പ്രത്യേകത. റേക്കിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ജീവിതത്തിലുണ്ടായൊരു ഷിഫ്റ്റ്? ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് വർദ്ധിച്ചു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആകുമ്പം ചിന്തകളുടെ ഒരു വേലിയാറ്റം, ചിന്തകൾ നമ്മളെയും കൊണ്ട് പോകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ആദ്യം തുടങ്ങി അവിടെ തന്നെ ഏറ്റവും ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ മെഡിറ്റേഷനൊന്നും ചെയ്യാൻ തീരെ ഫോക്കസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഇരുന്ന് കണ്ണടയ്ക്കുമ്പോഴേക്ക് തേർഡ് ഐയിൽ ലൈറ്റ് കാണാം. ആ സോഴ്സായിട്ട് നമുക്ക് നമ്മുടെ സോഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെയുള്ള ഷിഫ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ് എന്തും എവിടെയും വെച്ച് നേരിടാം, എന്ത് പ്രശ്നത്തെയും വരുന്ന അവിടെ വെച്ച് നേരിടാം എന്നുള്ളൊരു ശക്തി, ഫോക്കസ് കൂടി, കോൺസെൻട്രേഷൻ കൂടി. പിന്നെ ഇതുവരെ ചെയ്യാൻ പറ്റില്ല എന്ന് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആരും ഇതുവരെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിചാരിക്കാത്ത പല കാര്യങ്ങളും. അതായത് കുട്ടികൾക്ക് മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുക, അവർക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ അതിനുശേഷം സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. ഈ പിന്നീട് സ്റ്റുഡൻസ് ടീച്ചറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ്
അവരെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ആളുകൾ അവർക്ക് പെട്ടെന്ന് വേണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും എനിക്ക് പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കണം, ഈ എനർജി എന്നിൽ പെട്ടെന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ കഴിയുന്നത്? പെട്ടെന്ന് നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അല്ല, സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്നൊന്ന് പഠിപ്പിച്ചു തരണം, അങ്ങനെ ആയിരിക്കും അവർ വരുന്നത്. നമ്മളിപ്പം അറ്റോൺമെന്റ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അവർക്കുള്ള ക്ലാസ്സസ് ഒക്കെ കൊടുത്ത് 21 days എന്തായാലും പ്രാക്ടീസ് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഒരാൾക്ക് സ്വന്തം എനർജി അവരിലേക്ക് ട്യൂൺ ആവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അത് ചിലപ്പോൾ അവർ മടിയായിട്ട് നിർത്തിക്കളയും ചിലരൊക്കെ. അപ്പോൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് എടുക്കും. ചെയ്യുന്നുണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ അതിനവർ ഡയറക്റ്റ് ചെയ്ത് അത് ചെയ്യിപ്പിച്ച് 21 days കഴിഞ്ഞിട്ടുള്ളൂ അവർക്ക് വേഗം ചിലപ്പോൾ 2nd level 3rd ലെവലിലേക്ക് പോകണം എന്നുള്ള ഇതായിട്ടാണ് പലരും വരുന്നത്. അപ്പോൾ അവരെ കൊണ്ട് അത് പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ച് അവരുടെ വൈബ്രേഷനൊക്കെ അറിയുന്നുണ്ട്. വൈബ്രേഷൻ എപ്പോഴും അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ അതിനവർ പറഞ്ഞ് മനസ്സിലാക്കും. ചിലവർ ഭയങ്കര ഇതായി പോകും, എനിക്കൊന്നും അറിയണില്ല കൈകളിൽ ഒന്നും. പിന്നെ ചിലവർക്ക് കമ്പാരിസനും ഉണ്ട്, മറ്റവർക്ക് അങ്ങനെ വരുന്നു എനിക്ക് അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇതാവാറുണ്ട്. അപ്പം അതൊന്നും കാര്യമില്ല. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾ കൺസിസ്റ്റൻ്റായി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അതിനെ അവർ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കും. ഞാൻ മാസ്റ്റർ ടീച്ചർ. അപ്പോൾ ഈ മാസ്റ്റർ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പ്രോസസ്സിലൂടെ കടന്നു പോകണം? 4 levels ആണ്. ഫസ്റ്റ് ലെവൽ, 2nd level, 2 levels കഴിഞ്ഞാൽ നമ്മൾ 3rd level, അത് മാസ്റ്റർ ടീച്ചറാണ്. മാസ്റ്റർ ഹീലറാണ്. മാസ്റ്റർ ഹീലർ കഴിഞ്ഞാൽ മാസ്റ്റർ ടീച്ചർ. 4th level മാസ്റ്റർ ടീച്ചർ. അപ്പോൾ ഈ ആദ്യത്തെ 2 ലെവലിൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഫസ്റ്റ് ലെവൽ ബേസിക് ആണ്. ബേസിക് ലെവലിൽ നമ്മൾ സെൽഫ് ഹീലിങ്ങും ഡിസ്റ്റൻറ്റ് ഹീലിങ്ങും ചെയ്യുന്നുണ്ട്. 2nd level സിമ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമ്പിൾസ് ഭയങ്കര പവർഫുള്ളാണ്. നമുക്ക് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും. അതോടൊപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ചിലർ ഭയങ്കര ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ, അത് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ ടെൻഷൻ, ഡിപ്രഷൻ പോലെ അങ്ങനത്തെ ആങ്സൈറ്റിയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിട്ടാണ് ഒരുപാട് പേര് വരുന്നത്. അതിലൊക്കെ ഹീലിംഗ് പെട്ടെന്ന് നടക്കാനുള്ള സിമ്പിൾസ്, അത് നമുക്ക് 2nd level തുടങ്ങിയിട്ടാണ് ഈ സിമ്പിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂവിനാണെങ്കിലും ഏതിനായാലും പ്രത്യേക സിമ്പിൾസ് ഉണ്ട്. പ്രോസ്പെറിറ്റിക്കാണെങ്കിലും ഓക്കെ. അപ്പോൾ ആ സ്പെസിഫിക് സിമ്പിൾസ് കൊടുക്കുമ്പോൾ ആ ഇഷ്യൂസ് വേഗം സോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് 2nd level. 3rd level മാസ്റ്റർ ലെവലാണ്. നമ്മൾ കുറച്ചും കൂടി സൈക്കിക് എബിലിറ്റീസ് ഒക്കെ നമ്മൾ കൂടുന്നത്. മൂന്നാമത്തെ ലെവൽ സൈക്കിക് എബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ആത്മാക്കൾ അല്ലെങ്കിൽ സോൾസ്. എപ്പോഴും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളിലുള്ള കഴിവുകൾ കുറച്ചും കൂടി സ്പിരിച്വലി ഇവോൾവ് ആവുന്നു. പിന്നെ നമുക്ക് സൈക്കിക് സർജറി ഒക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? സൈക്കിക് സർജറി ചെയ്യാനുള്ളൊരു സൈക്കിക് സർജറി എന്ന് പറയുമ്പോൾ സർജറി ചെയ്യുന്നതുപോലെ നമ്മൾ ദൂരെ ഇരുന്ന ഒരാൾ ഒരു രീതിയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സർജറി എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ശരീരം മുറിച്ച് അതിനകത്തേക്ക് ചെന്ന് അങ്ങനെയാണോ? അതെ അതെ. അതെങ്ങനെയാണ്? അത് എനർജറ്റിക്കലാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ നേരിട്ട് ചെയ്യുന്ന പോലെ നമ്മൾ എനർജറ്റിക്കലി ചെയ്യുന്നു. അപ്പോൾ എന്ത് മാനസികമായ പ്രശ്നങ്ങളാണെങ്കിലും. അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അവർക്ക്? തീർച്ചയായും. അതെങ്ങനെയാണ്? നമ്മുടെ മനസ്സിൻ്റെ ശക്തിയല്ലേ. അല്ല, മനസ്സിൻ്റെ ശക്തിയാണെങ്കിലും മറ്റൊരാളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു മുഴ, ട്യൂമർ, അപ്പോൾ ആ ട്യൂമർ ഇത്തരത്തിൽ സർജറി ചെയ്യുകയാണെന്ന് വെച്ചോ, ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഫിസിക്കലി ആയതുകൊണ്ട് എടുത്ത് കളയുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് എനർജി ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് മറ്റുള്ള ആർക്കും കാണാൻ കഴിയില്ല. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്? നമ്മുടെ മനസ്സ് ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഇൻറ്റൻഷനാണ് കൊടുക്കുന്നത്. ഇൻറ്റൻഷൻ കൊടുത്ത് നമ്മൾ സിമ്പിൾസൊക്കെ അതിലേക്ക് അയക്കുമ്പോൾ അത് പെട്ടെന്ന് ഹീലാവും. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ചില ഈ മുറിവ് പറ്റി ഹോസ്പിറ്റലിൽ പോയി അത് ഇത്ര ചെയ്തിട്ടും ഹീലാവുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. ഡോക്ടറെ അടുത്ത് ഒരാഴ്ചയായി മറ്റേ ഫോട്ടോ അയച്ചിരും ഇത് ഹീലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ റേക്ക് സെൻഡ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഒന്ന് ഹീലായിട്ടുണ്ടാവും. അത് മുഴുവനായിട്ടെന്നല്ല, ഒരു ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ അത് ഹീലായിട്ടുണ്ടാവും. പിന്നെ ഒരു 7 days ഒക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി മാറും. പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മൾ മെഡിസിൻസ് ഒന്നും വേണ്ടാന്നല്ല, മെഡിസിൻസിനോടൊപ്പം തന്നെ നമ്മൾ ഈ റേക്കും കൂടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്നുണ്ട്. അങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് അനുഭവങ്ങളുണ്ട്.
അല്ല ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണത് മാറുന്നത്? അല്ലെങ്കിൽ Surgery- അല്ല ഇപ്പോ അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇപ്പൊ നമുക്ക് എത്ര മനസ്സിന് ശക്തി ഉണ്ട് അല്ലെങ്കിൽ ബ്രെയിനിന് പവർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പുറത്തിരിക്കുന്ന ആൾക്കും ആ ഒരു പവർ ഉണ്ടെങ്കിലല്ല അത് വർക്കൗട്ട് ആവും. അങ്ങനെ വേണമെന്നില്ല. നമുക്ക് അതിനാണല്ലോ റേക്കി പ്രവർത്തിക്കുന്നത്. റേക്കിൻ്റെ സിമ്പിൾസ് അതിനാണല്ലോ. ഈ സിമ്പിൾസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തും ചെയ്യാന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാമെന്നല്ല. ഒരു വ്യക്തിക്ക് ഹയസ്റ്റ് ഗുഡായിട്ടുള്ളത് എന്താ, അത് റേക്കി തന്നിരിക്കും. എന്ത് ചോദിച്ചാലും വാരിക്കോരി തരുന്നല്ല, ഒരു വ്യക്തിക്ക് എന്താണ് ജീവിതത്തിൽ നന്നായിട്ടിരിക്കുക. അപ്പോൾ ഒരു അസുഖം ആൾക്ക് മാറുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് മാറേണ്ട സമയമാകുമ്പോഴേ മാറുള്ളൂ. അയാൾ അനുഭവിക്കേണ്ട കർമ്മ അതിൻ്റെ പിന്നിൽ. കാരണങ്ങൾ റേക്കി വഴി കണ്ടെത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും. എല്ലാ കാരണങ്ങളും എന്നല്ല, കുറച്ചൊക്കെ നമുക്ക് ഇൻഡ്യൂഷൻ വഴി കിട്ടും. ഇതാണ് പ്രശ്നം. നമ്മൾ ചക്ര സ്കാൻ ചെയ്യുമ്പോൾ അതിലെ ബ്ലോക്സ് കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മൾ അതിൽ ഇൻഡ്യൂഷനും കിട്ടും. നമ്മുടെ കൈകളിൽ നമ്മൾ റേക്കി കൊടുക്കുമ്പം കൈകളിലൊരു പ്രത്യേക അനുഭവം ഉണ്ടാവും. ഒരു ചില ചക്രകളിലെത്തുമ്പോൾ പിയേഴ്സിങ് കുത്തുന്ന പോലെ ഒരു അനുഭവം, അതിൽ കുറച്ച് ചൂട് ഒക്കെ അനുഭവിക്കും. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ലംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. എനർജറ്റിക് നോട്ട്സ് ഉണ്ടാവും. നമുക്കതിനെ എടുത്തു കളയാം. അതിന് പ്രത്യേക ടെക്നിക്സൊക്കെ ഉണ്ട്. എങ്ങനെയാണ്? അതായത് ഇപ്പോൾ മറ്റൊരാൾക്ക് എനർജി പാസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യല്ല, നമ്മൾ സ്കാൻ ചെയ്യാണ്. ചക്രാസ് സ്കാൻ ചെയ്യാം, ഓറ സ്കാൻ ചെയ്യാം. ഓറയിൽ കൂടെ കൈ ഓടിക്കുമ്പം അതിൽ നമുക്ക് എനർജറ്റിക് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫീൽ ചെയ്യും. അതായത് ചെയ്യുന്ന ആൾക്ക് ഹീൽ, ഇപ്പം മാം ഒരാളെ ഹീൽ ചെയ്യുകയാണ്, ആ ഹീൽ ചെയ്ത് പോകുമ്പോൾ ഒരാളൊരു ബോഡിയുടെ പാർട്ടിലെത്തുമ്പോൾ അവിടെ മാമിന് ഫീൽ ചെയ്യും അവിടെ ഒരു ലംബ് ഉണ്ടോ, എന്തെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. ഒന്നിക്കെ പുള്ളായിട്ട് അവിടെ എനർജി ലോ ആണെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇതുണ്ട് എന്ന് പറയും, മനസ്സിലാവും, ലംബ് പോലെയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എടുത്തിട്ട് എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? അത് എനർജറ്റിക്കലി എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ അതിനായിട്ട് നമ്മൾ ടെക്നിക്സ് ഉണ്ട്, അതിൽ അങ്ങനെ ഡിസ്പോസ് ചെയ്യും. ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വിഷയങ്ങൾ അത് മാറുമോ? അത് ശരിക്കും ഒരു മാജിക് ക്യൂർ എന്ന് പറയാൻ പറ്റില്ല. മാജിക് ക്യൂർ അല്ല, നമുക്കത് ഒരു സെഷനെ കൊണ്ടൊന്നും മാറുന്നതല്ല. കുറച്ച് റിപ്പീറ്റഡ്ലി കുറച്ച് സെഷൻസ് എടുക്കുമ്പോൾ അത് മാറും. അത് ഇപ്പോൾ എല്ലാവർക്കും പല പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ലംസ് ഉണ്ടാവും എന്ന് പറഞ്ഞത് അതൊരു എന്തെങ്കിലും എന്ത് വിഷയം കൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഇതുണ്ടാകുന്നത്? അത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ബോഡിയിൽ ക്യാൻസറോ ട്യൂമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ? ലംസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, അത് നമുക്ക് ഓരോ ഇങ്ങനെ കൂടെ കൈ ഓടിക്കുമ്പം അതിൽ നമുക്കത് ഫീൽ ചെയ്യണം. അതിപ്പോൾ ക്യാൻസർ ലംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസറസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു കൺജഷൻ, എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും ആ ചക്രേൻ്റെ അടുത്തെത്തുമ്പം അതൊരു നമുക്ക് കാണാം. അവിടെ നമ്മുടെ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഈ ചക്രയിലൂടെ കാണാൻ കഴിയും. അതെങ്ങനെയാണ്? നമ്മുടെ ഓരോ ചക്രയും ഓരോ ഇമോഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഏതൊക്കെ ചക്രകളാണ്? 7 ചക്രാസ്, 6 ചക്രാസ്. അല്ല, 6 ചക്രാസ് ഏതൊക്കെ ഇമോഷൻസ് ആണ്? റൂട്ട് ചക്രയിൽ ഭയം എന്ന വികാരം, അത് ബ്ലോക്ക് ആവുന്നത് ഭയം എന്ന വികാരം കൊണ്ടാണ്. അതായത് ഇപ്പം നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്നെങ്കിൽ നമ്മൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, പാസ്റ്റ് ലൈഫ് കർമാസ്, അല്ലെങ്കിൽ നമ്മുടെ ചക്രാസൊക്കെ എന്തെങ്കിലും ഇമോഷനെ കൊണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പല കർമ്മങ്ങളും നമ്മുടെ ചക്രാസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ട്. അതിനെ കരിപിടിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ബാഡ് കർമാസ്. പിന്നെ നല്ല കർമാസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ബാഡ് കർമാസൊക്കെ, നല്ല കർമാസും ഉണ്ട് ചക്രാസിൽ, പക്ഷേ ഈ ബാഡ് കർമാസ് അതിനെ കരിപിടിപ്പിച്ചിട്ട് അതിൻ്റെ ടേണിങ്, അതായത് മെല്ലെ ആക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കാർമിക് ലൂപ്പിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എല്ലാ ജന്മാന്തരങ്ങളായിട്ട് കൊണ്ടുവരുന്ന കർമാസായിരിക്കും അത്. ഇത് കൂടാതെ നമ്മളുടെ ഓരോ ചക്രാസും ഓരോ ഇമോഷനെ കൊണ്ടാണ് ബ്ലോക്ക് ആവുന്നത്. റൂട്ട് ചക്ര ബ്ലോക്ക് ആകുന്നത് ഭയം എന്ന ഇമോഷനെ കൊണ്ടാണ്. ഈ ഭയം എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഭയം പകുതി അവർ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. ചെറിയ കുട്ടികൾ, അവർക്ക് ഓർമ്മയുണ്ട് പഴയ ജന്മങ്ങളിൽ അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവരിൽ ഭയമായിട്ട് നിൽക്കുന്നുണ്ടാകും. ഈ ഫോബിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഈ ഗർഭസ്ഥ ശിശു അമ്മയിൽ നിന്ന് ഭയം എടുക്കുന്നുണ്ട്, അമ്മേൻ്റെ ഭയങ്ങളൊക്കെ ആ കുട്ടിക്ക് ട്രാൻസ്ഫർ ആവും. അതുകൂടാതെ
അച്ഛനും അമ്മയും വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ കുട്ടി അത് കേൾക്കുന്നു, കുട്ടിക്ക് ഭയം എന്ന വികാരമാണ് മനസ്സിലുണ്ടാകുന്നത്. അച്ഛനും അമ്മയും വഴക്കൂടിയാലും കുട്ടിക്ക് വരും ഭയം. കുട്ടി പേടിക്കില്ലേ? ചെറിയ കുട്ടികൾക്ക് അത് പേടിയായിരിക്കും അച്ഛനും അമ്മയും വഴക്കൂടുന്നത് കാണുമ്പോൾ. അപ്പം അവരുടെ കുട്ടികളുടെ ചക്ര ബ്ലോക്കാവും. മൂലാധാരം ത്തിൻ്റെ കാര്യം പറഞ്ഞത്. സ്വാധിഷ്ഠാനത്തിലേക്ക് പോകുമ്പോൾ സ്വാധിഷ്ഠാനം ബ്ലോക്ക് ആവുന്നത് ഗിൽട്ട് എന്ന വികാരം, കുറ്റബോധം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരു വ്യക്തി വലുതാവുമ്പം ആളെങ്ങനെ ആവുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ, ചെറുതാവുമ്പോഴുള്ള ജീവിത സാഹചര്യത്തിനനുസരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചെറുതായിരിക്കുമ്പം ഇപ്പോൾ പഠിപ്പിലൊക്കെ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കും, പാരൻസോ ടീച്ചേഴ്സൊക്കെ ചോദിക്കും, നിന്നെ എന്തിനു കൊള്ളാണ്ട ചോദിക്കുമല്ലോ. അത് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിൽ തോന്നും ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നൊരു തോട്ട് ആ കുട്ടീൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തുടങ്ങും. പിന്നെ ആ ഒരു കോംപ്ലക്സ് വെച്ചിട്ടാണ് കുട്ടി ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജീവിതകാലം മുഴുവൻ ആ ഒരു ചിന്ത ചെറുപ്പത്തിലെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ചിന്ത അവനിലിങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. വലുതായാലും ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും, കാരണം ആൾക്ക് ഐ എം ഫിറ്റ് ഫോർ നത്തിങ് എന്നൊരു ചിന്ത വന്നു പോയല്ലോ, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നീ എന്തിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത, ഞാനൊന്നിനും കൊള്ളില്ല എന്നൊരു ചിന്തയായിട്ട് ഗിൽട്ടായിട്ട് അവൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ മണിപ്പൂരകത്തിലേക്ക് വരികയാണെങ്കിൽ ഷെയിം കൊണ്ടാണ്, ഷെയിം എന്ന വികാരം. ഷെയിം എന്ന് പറയുമ്പോൾ, ഗിൽട്ട് എന്ന് പറയുമ്പോൾ കുറ്റബോധം, സ്വയമാണ്. നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞെങ്കിൽ മണിപ്പൂരകത്തിൽ വരുമ്പം അവനൊന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് അവൻ്റെ മനസ്സിൽ ഞാനൊന്നിനും കൊള്ളില്ല എന്നുള്ള മറ്റുള്ളവർ പറയുന്നു, ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ അതിങ്ങനെ മണിപ്പൂരം സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്ന കുട്ടി. വലുതാവുമ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാവും. പിന്നെ നമുക്കുണ്ടാകുന്ന ദേഷ്യം, ആങ്കർ ചക്രാസിനെ ഭയങ്കരമായിട്ട് മണിപ്പൂരകത്തിന് ബാധിക്കും. അടുത്ത ഹാർട്ട് ചക്ര, വിശുദ്ധി ചക്ര ബ്ലോക്ക് ആവുന്നത് ഗ്രീഫ് എന്ന് പറയുമ്പം ദുഃഖമല്ല, കഠിനമായ മുഖം, ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിക്കുമ്പം ചക്ര ബ്ലോക്ക് ആവുന്നുണ്ട്. കൂടാതെ നമ്മളൊരാളെ ഫോർഗീവ് ചെയ്യാണ്ടിരിക്കും, പിന്നെ മറ്റുള്ളവരോടൊരു കമ്പാഷൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒക്കെ ചക്ര ബ്ലോക്ക്, ഹാർട്ട് ചക്ര മെയിൻലി ബ്ലോക്കായി പോകുന്നു. ത്രോട്ട് ചക്രയ്ക്ക് പറയുമ്പം വിശുദ്ധി ചക്ര ബ്ലോക്ക് ആവണമെന്ന് പറയുമ്പം നമുക്ക് മുഖത്ത് നോക്കി ധൈര്യത്തോടെ സത്യം പറയാൻ പറ്റാണ്ടിരിക്കും. സപ്രസ് ട്രൂത്ത്, സത്യം പറയാൻ പറ്റുന്നില്ല. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ എന്താ ഇങ്ങനെ ചെയ്തത്, നിങ്ങൾ കാരണമല്ലേ, അങ്ങനെ പറയാൻ പറ്റാണ്ട് വരുമ്പം നമ്മൾ സപ്രസ് ചെയ്തിരിക്കുക. നമ്മുടെ ഉള്ളിൽ അതിനെ സത്യം എന്താണെന്ന് നമുക്ക് പുറത്ത് പറയാൻ പറ്റാണ്ട് നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ നിർത്തുമ്പോൾ ത്രോട്ട് ചക്ര ബ്ലോക്കായി. തേർഡ് ഐ എന്ന് പറയുമ്പോൾ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആവുന്നത് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല, ദൈവത്തിന് വിശ്വാസമില്ല, ആരിനും വിശ്വാസമില്ല, ഡൗട്ടാണ് എല്ലാത്തിനും, ഓവർ തിങ്കിങ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തേർഡ് ഐ ബ്ലോക്കാവും. സഹസ്രാരം ബ്ലോക്ക് ആകുന്നത് പിന്നെ നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ദൈവമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിൽ, അതിലൊന്നും വിശ്വാസവുമില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പിരിച്വലി ഡിസ്കണക്റ്റഡ് ആവും. ഈ ചില ജ്യോതിഷന്മാരൊക്കെ പറയുമല്ലോ ഇവർക്ക് ദൈവികതയില്ല എന്ന് പറയുമല്ലോ, ഇതും ഈ ഇത്തരത്തിലുള്ള ചക്രങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? ദൈവാധീനം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കുറേ പൂർവ്വജന്മങ്ങളിൽ നിന്നാണ് നമുക്ക് ദൈവാധീനം ഒക്കെ കിട്ടുന്നത്. നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രാക്ടീസുകളൊക്കെ നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. മുതിർന്നവരെ കാല് തൊട്ട് ഇതാക്കുക എന്നൊക്കെ. ശരിക്കും നമുക്ക് മുതിർന്ന മുത്തശ്ശന്മാരുടെയൊക്കെ കാല് പിടിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ കാല് തൊടുന്ന പോലെ തന്നെയാണ്. അതുപോലെ സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ കാല് നമ്മൾ തൊടുന്ന എന്ന് പറയുമ്പം അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ സഹസ്രാരം ഓപ്പൺ ആവും അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലത്തെ ആളുകൾ അത് വളരെ മോശം ചിന്താഗതി എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഒരാളെ കാല് തൊട്ട് തൊഴുന്നത് അല്ലെങ്കിൽ ഒരാളെ കൈകൂപ്പി തൊഴുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. അതെ, പക്ഷെ അത് പണ്ടത്തെ കാലത്ത് നമ്മൾ കൊണ്ടുവന്നിരുന്ന ആ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരും അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിങ്ങനെ സ്പിരിച്വൽ സയൻസുകളൊക്കെ പഠിക്കുമ്പോഴാണ് എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.